പ്രൈസ് ലോർഡ്. നമ്മളിന്ന് പ്രഭാതത്തിൽ തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നൊരു ദാരുണമായ ഒരു അനുഭവം, വിചിത്രമായ ഒരു കേസ്. കുടുംബാംഗങ്ങളോടൊപ്പം ശാരീരാസ്വസ്ഥ മൂലം ഹോസ്പിറ്റലിൽ വരുന്ന ഒരു മകള്, രോഗം കഴിയാത്തൊരു മകള് ബാത്റൂമിൽ പ്രസവിക്കുകയും വെന്റിലേറ്ററിലൂടെ നിസ്സാര സമയം കൊണ്ട് അതിനെ ഉപേക്ഷിക്കുന്നതും തുടർന്ന് ആശുപത്രി ജീവനക്കാർ കണ്ടെത്തുകയും ആ മകള് കുടുംബാംഗങ്ങളുടെ മുമ്പിലൂടെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു മാതൃത്വത്തിൻ്റെ ഉദരത്തിൽ പേറിയ ഒരു കുഞ്ഞിൻ്റെ ഒരു ജീവൻ്റെ വില കേട്ടപ്പോൾ തന്നെ എനിക്ക്, പ്രത്യേകിച്ച് ഞാനിപ്പോൾ 18ാമത്തെയാണ് ജെറുസലേമിലെ ഡേവിസ് പട്ടണത്തിൻ്റെയും ജവമാല ഗ്രാമത്തിലെ കുഞ്ഞു പൈതങ്ങളുടെയും ഒപ്പം തൃശ്ശൂർ രൂപതയിലെ പ്രോ ലൈഫ് സംഘാംഗങ്ങളോടൊപ്പം ഭ്രൂണഹത്യക്കെതിരെ, ഈ കുഞ്ഞുങ്ങളുടെ പീഡനങ്ങൾക്കെതിരെ അതിലുപരി ഒരു ബോധവൽക്കരണ ആത്മീയ ശുശ്രൂഷ, സ്ട്രീറ്റ് മിനിസ്ട്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചേർപ്പിലായിരുന്നു, ചേർപ്പ് സെൻറ്ററിൽ. പട്ടണത്തിലൊക്കെ നേരിട്ട് വന്ന്, ഈ കുഞ്ഞുമക്കളൊക്കെ നേരിട്ട് വന്ന് തെരുവിൽ നിന്നുകൊണ്ട് ജീവൻ്റെ വില, ജീവസേനാനികളെന്ന ടീം നടക്കുമ്പോൾ വീണ്ടും നമ്മളിത് കേൾക്കുകയാണ്. ഈ ന്യൂസ് യഥാർത്ഥത്തിൽ സൃഷ്ടമായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ വലിയൊരു ആൻസറാണ് ഈ കുഞ്ഞുങ്ങൾ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വളർന്നു വലുതാകുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ജനറേഷനിൽ ചില വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അത് നിസ്സാരമായിട്ട് അതിൻ്റെ പാപത്തിൻ്റെ വലിപ്പം മനസ്സിലാകാതെ നഷ്ടപ്പെടുത്തുന്ന ഒരു സമൂഹം ഇന്ന് വളരുമ്പോൾ നമ്മളതിനെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് ഉദരത്തിൽ ആവുമ്പോൾ, ആ ഉദരത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഈ ജനിച്ച പാടയോ മരിക്കുമ്പോൾ, ആ കുഞ്ഞ് സൃഷ്ടമായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മളെപ്പോലൊരു വൈദികനോ സിസ്റ്ററോ ഡോക്ടറോ നേഴ്സോ സമൂഹത്തിൽ പലവിധ സ്ഥാനമാനങ്ങളിലും എത്തേണ്ടവരാണ്. ഈ ദാരുണമായ ഈ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്കാണ് യഥാർത്ഥത്തിൽ തിരിച്ചു പോകുന്നത്. അവർക്ക് വേണ്ടി ആരും വിഷമിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും വേണ്ട. കാരണം അവർ പാപം ചെയ്യുന്നില്ല, അവർ സ്വർഗത്തിലേക്കാണ് നയിക്കപ്പെടുന്നത് വീണ്ടും. എന്നാൽ യഥാർത്ഥത്തിൽ മരിക്കുന്നത് ഈ സമൂഹത്തിലെ ഈ വ്യക്തിയോ ഈ വ്യക്തിയോട് അനുബന്ധപ്പെട്ട സംഭവങ്ങളോ. അവരുടെ ജീവിതം ദാരുണമാണ്. അവരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രവണത തന്നെ വിട്ടുപോകാനായിട്ട് ഈ ഇതിൽ പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനത്തിൽ പറയുന്നു, ഗബ്രിയേൽ ദൂതൻ വഴി പരിശുദ്ധ അമ്മ ഇതെങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യന്തം ശക്തി നിന്നിൽ ആവസിക്കും, നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. നാം പിതാവായ ദൈവത്തിൻ്റെ ഹിതമായിട്ട് നമ്മൾ ഉദരത്തിൽ പേറിയാൽ ആ കുഞ്ഞ് അനുഗ്രഹമായിട്ട് സമൂഹത്തിൽ പ്രകാശിക്കും. എൻ്റെ ഈ യാത്രമധ്യേ അനുഭവപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ വീക്ഷിക്കുമ്പോൾ, ഒരിക്കൽ ഈ അടുത്ത്, ഇപ്പോഴും ആ മാമ മരിച്ചിട്ടില്ല, മരിക്കാറായിട്ടുള്ള 3 വർഷമായിട്ട് മരിക്കാതെ കിടക്കുക, തളർന്നു. മക്കൾ 6 മാസം ഷിഫ്റ്റായിട്ട് ആംബുലൻസിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാൻ പോയി. വളരെ ബന്ധനാവസ്ഥ ആ കുടുംബത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ. അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, അവരുടെ മക്കളെക്കുറിച്ച് അറിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് അവരെ ചോദിച്ചറിഞ്ഞപ്പോൾ, യഥാർത്ഥത്തിൽ 4 മക്കളാണുള്ളൂ. അപ്പോൾ അവരുടെ മരുമകൾ പറയുന്നു, യഥാർത്ഥത്തിൽ ഈ അമ്മ 8 മക്കളുണ്ട്. ബാക്കി ഒരാൾ 3 വയസ്സിലും ഒരാൾ 8 വയസ്സിലും മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ആ കുഞ്ഞുങ്ങളൊക്കെ മരിക്കുമ്പോൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുറിവുകളൊക്കെ ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം.
പിന്നെയോ പിന്നെ 2 കുട്ടികൾ ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചു. അപ്പോൾ അവന് 4 കുട്ടികൾ മരിച്ചിട്ടുണ്ട്, 4 ആൾ ജീവിച്ചിരിക്കുന്നതിൽ കുടുംബമായവരുണ്ട്. അപ്പം ഞാൻ ഈ ഉദരത്തിൽ മരിച്ചവർ ഏത് തരത്തിലാണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഈ ഭ്രൂണത്തിലെ ക്ലാസ് എടുക്കാൻ പോകുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഒരു ആത്മീയമായിട്ടൊന്ന് അവരോട് പങ്കുവച്ചപ്പോൾ അവിടെ അവരൊരു നാത്തൂൻ അവിടെ ഉണ്ടായിരുന്നു, കല്യാണം കഴിയാത്തത്. ബ്രദറെ, ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ടെന്ന് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, ഈ അമ്മാമ്മയ്ക്ക് 8 അല്ല 9 മക്കൾ ഉദരത്തിൽ പേറിയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ, ഈ അമ്മാമ്മ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു അക്രൈസ്തവിൽ നിന്നൊരു കുഞ്ഞുണ്ടായപ്പോൾ കുടുംബത്തിൻ്റെ പാരമ്പര്യവും മറ്റുള്ളവരുടെ മുമ്പിലുള്ള അപമാനത്തിൻ്റെ ആഴമൊക്കെ മനസ്സിലാക്കി വീട്ടുകാരുടെ നിർബന്ധത്തിലും അന്നത്തെ സാഹചര്യത്തിലും ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത കുടുംബമാണ്. എന്നിട്ട് ഒരു വിവാഹം കഴിച്ചിരിക്കുകയാണ് വേറെ. തന്നെയുമല്ല, ഇവരുടെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകൻ്റെ ഭാര്യ പറയുന്നു, എൻ്റെ ഉദരത്തിൽ നിന്നും 2 അബോർഷനുകൾ നടന്നിട്ടുണ്ട്. മൊത്തം ആ കുടുംബത്തിൽ 5 മക്കളാണ് ഉദരത്തിൽ വന്നിട്ട് തിരിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ അവരെ പരസ്പരം പങ്കുവയ്ച്ച് ബലപ്പെടുത്തി അവരൊക്കെ സംസാരിക്കാനൊക്കെ ഞാൻ അവർക്ക് പോന്നു. ആ പാപത്തിൻ്റെ വലിപ്പം അന്നത്തെ ആ സാഹചര്യത്തിൽ നാം വിസ്മരിച്ചു പോയിട്ട് അതിൽ പെട്ടുപോകുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്ന പാപഭാരമേറിയ പാപം. വേറൊരു എൻ്റെ അനുഭവത്തിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരമ്മ ഇതുപോലെ തന്നെ എൻ്റെ അറിവിൽ, ഇപ്പോഴും ഞാൻ ഇതിനോടനുബന്ധപ്പെട്ട് ആലോചിച്ചത്, അനുബന്ധപ്പെട്ട് തന്നെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ വീട്ടുകാരെ പാരമ്പര്യ ക്രൈസ്തവ കുടുംബമായതുകൊണ്ട് ആ കുഞ്ഞിനെ കളയാനായിട്ട് നിർബന്ധിച്ചപ്പോൾ ആ അമ്മ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതിനെന്തും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, ഇതെന്ത് ത്യാഗം എടുക്കാൻ തയ്യാറാണ്, എന്ത് പ്രായശ്ചിത്തം തയ്യാറാണ്, എന്ത് പരിത്യാഗം എടുക്കാൻ തയ്യാറാണ്, എന്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ ഇടവരുത്തരുത്, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ സ്വീകരിച്ചുകൊള്ളാം. അങ്ങനെ അവരുടെ വീട്ടുകാരെ സമൂഹം അറിയാതിരിക്കാനായിട്ട് വേറൊരിടത്ത് താമസിപ്പിച്ച് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഓർഫനേജിലേക്ക് കൈമാറി അമ്മയ്ക്ക് പിന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ മാറ്റിയ കുടുംബം. എന്നാൽ ആ അമ്മ തൻ്റെ ഉദരത്തിൽ വന്ന കുഞ്ഞിന് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറായി. അതിൻ്റെ ഫലം അറിയുമോ നിങ്ങൾക്ക്? സമർപ്പിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞൊരു വിവാഹത്തിന് തയ്യാറാവാതെ തൻ്റെ ഉദരത്തിൽ നിന്ന് വന്ന കുഞ്ഞിനെ കാണുവാൻ പോലും ഭാഗ്യമില്ലാതെ അമ്മ വർഷങ്ങളോളം കഴിച്ചു കൂട്ടി. ഈ മകൻ ഓർഫനേജിൽ നിന്ന് വളർന്നു. അവൻ അമ്മയാരാണെന്ന് അച്ഛനാരാണെന്ന് അറിയാതെ, ഓർഫനേജ് അധികാരികളെ അറിയിക്കാതെ വളർന്ന് മിടുക്കനായി കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ മണവാളനായി സ്വീകരിക്കുവാൻ ഒരുങ്ങി. അങ്ങനെ പിതാക്കന്മാരുടെ സ്പെഷ്യൽ സാങ്ഷനോടുകൂടി വൈദിക പഠനത്തിന് പോയി. വൈദിക പഠനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഭവനത്തിലും ആ മകൻ നിന്നിട്ടുണ്ട്. പിന്നീടാണ് അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്. വൈദിക പഠനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താറായി ഡീക്കൻ പദവിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കും ഇതിൻ്റെ കുടുംബ പാരമ്പര്യമൊക്കെ. ലാസ്റ്റ് സമയത്ത് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുന്നേക്കാൾ 1 കൊല്ലം മുമ്പ് വന്നു മടങ്ങി അടുത്ത ലീവിൽ വരുമ്പോൾ എന്തായാലും കണ്ടുമുട്ടാവുന്ന എല്ലാ കാര്യങ്ങളും തെളിഞ്ഞിരിക്കെ ആ അമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ മകനെ വൈദിക ശ്രേഷ്ഠത പൂർത്തിയാക്കുവാൻ ആ അമ്മയുടെ സഹനവും പ്രാർത്ഥനയും മാത്രമാണ് ലഭിച്ചത്. അവൻ വൈദികനായി. എന്നാൽ ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളതുകൊണ്ട് അമ്മയുടെ ആംഗ്ല ഒരു സ്കൂൾ ഹെഡ് മാഷായിരുന്നു. ആളുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ മാറിപ്പോയത്. എന്നാൽ ദൈവം ആ
അവൻ്റെ അങ്കിളിനെ അന്ന് ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ ദിനത്തിൽ കുടുംബക്കാരനായിട്ട് അവിടെ നിർത്തുവാൻ, മാറ്റം വരുത്തുവാൻ ഇടവരുത്തി. ഇന്ന് ദൂരദേശത്തുള്ളൊരു രൂപതയുടെ വികാരി ജനറലായിട്ട് സേവനം ചെയ്യുന്ന തരത്തിൽ ആ മകൻ വളർന്നു. കരിസ്മാറ്റിക് കോർഡിനേഷനിൽ ഒരു ധ്യാനഗുരുവായിട്ട് വളർന്നു. ഒരു അമ്മ എടുത്ത തീരുമാനം, താൻ ചെയ്ത തെറ്റിന് പ്രാശ്ചിത്തമായിട്ട് സകലതും സമർപ്പിച്ചപ്പോൾ നമ്മുടെ നാടിനൊരു വൈദിക ശ്രേഷ്ഠനെ ഒരുക്കി കൊടുക്കുവാൻ കഴിഞ്ഞത് നാം പലപ്പോഴും നമ്മുടെ മരണം കണ്ടെത്തുന്ന ഒരു പാപ പരീക്ഷണശാലയാണ് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നിസ്സാരമായി കാണുന്ന ഭ്രൂണഹത്യയിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ തിരിച്ചറിയണം, ഭ്രൂണഹത്യ എന്ന അവംശഹത്യയെ ഇന്നത്തെ കൾച്ചറിൽ നിന്ന് പിഴുതു കളയുവാൻ നമ്മളൊരു സർവസ്വനായ പിതാവ് ചെല്ലുവാൻ നിർബന്ധിതരാകണം. കാരണം നമ്മുടെ ഇടയിൽ പല ശ്രേഷ്ഠതയിലും എത്തേണ്ടവരാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പലപ്പോഴും വികലാംഗത്തുള്ള കുഞ്ഞുങ്ങളെ മെഡിക്കൽ സയൻസ് തിരിച്ചറിയുമ്പോൾ ബോധവൽക്കരിച്ചു കൊണ്ട് നഷ്ടപ്പെടുത്തുമ്പോൾ, എനിക്കറിയാം, ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്ത, കണ്ണ് കാണാത്ത പലവിധ രോഗങ്ങളാവശ്യരായവരോടുകൂടി പുനർജീവൻ കുടുംബം ഈ നാടിന്, ദേശത്തിന്, ആ മക്കളുടെ കുടുംബങ്ങൾക്ക്, ആ മക്കൾ വഴി മറ്റുള്ളവർക്ക് ഇന്ന് നൽകുന്ന പ്രകാശത്തിൻ്റെ വെളിച്ചം കാണുമ്പോൾ എത്രയോ ഭാഗ്യമാണ് എൻ്റെ മക്കൾക്ക്. കുടുംബക്കാരൊന്നും നഷ്ടപ്പെടുത്താതെ അംഗവൈകല്യത്തെ നിരുത്സാഹപ്പെടുത്താതെ നാടിനും കുടുംബത്തിനും പ്രകാശമായി മാറുവാൻ അവസരമൊരുക്കുന്നത്. പുനർജീവൻ നിങ്ങൾക്ക് നൽകുന്ന ഈ യാത്രാ സന്ദേശം നമ്മൾ പാപത്തിനടിമമായിട്ട് നിത്യജീവൻ എന്ന പ്രത്യാശ നഷ്ടപ്പെടുത്താതെ മരണത്തുല്യരായി ജീവിക്കാതെ നമുക്ക് നേടാം യേശുവിനെ. നമുക്ക് സമർപ്പിക്കാം യേശുവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക്. വചനം ലൂക്ക 10 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു, നീ പിശാചുക്കളെ അകറ്റിയത് കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ എന്ത് പ്രവൃത്തിയിലൂടെ സമൂഹത്തിലെ ഒരു വെളിച്ചമായതുകൊണ്ടും നിനക്ക് പ്രത്യാശയില്ല. നിൻ്റെ നാമം, നിൻ്റെ പ്രവൃത്തി സ്വർഗത്തിൽ എഴുതുന്നതാണ് നിന്നിലുള്ള പ്രത്യാശ, നിന്നിലുള്ള പുനർജീവൻ.